ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥികൾ ആയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ് മത്സരിക്കുക. മാവേലിക്കരയിൽ നേരത്തെ കേട്ടതുപോലെ തന്നെ CA അരുൺകുമാർ, തൃശൂരിൽ VS സുനിൽകുമാറിനും തന്നെയാണ് സാധ്യത കൂടുതൽ. വയനാട് ആനിരാജ മത്സരിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരം നടത്തും. MK വിനോദാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, CPIയും ഔദ്യോഗിക സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. വിനോദ, പ്രതീക്ഷിച്ച പോലെയുള്ള സ്ഥാനാർത്ഥി പട്ടിക CPIയും പുറത്തിറക്കാൻ പോകുന്നു. അതെ അനു, CPI നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ CPI അവരുടെ പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് ഔദ്യോഗികമായി 4 മണിക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനാണ്. അതേപോലെ തന്നെ അവർ മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലം മാവേലിക്കരയാണ്, സംവരണ മണ്ഡലമാണ്. അവിടെ CA അരുൺകുമാർ മത്സരിക്കും. അദ്ദേഹം AIYFന്റെ ആലപ്പുഴ ജില്ലാ നേതാവാണ്. അതേപോലെ തന്നെ തൃശ്ശൂരിൽ മുൻ മന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാറാണ് മത്സരിക്കുന്നത്. മറ്റൊന്ന് വയനാടാണ്. അവിടെ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജ, അതായത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ D രാജയുടെ ഭാര്യ ആനി രാജയാണ് മത്സരിക്കുന്നത്. അത്തരത്തിലുള്ള 4 സ്ഥാനാർത്ഥികളെയാണ് ഇവർ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും വെല്ലുവിളി അവർ നേരിടുന്നത് തിരുവനന്തപുരം മണ്ഡലമാണ്. കാരണം തിരുവനന്തപുരത്ത് കുറേ കാലമായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ്. എത്ര ആളുകളെ മാറി മാറി പരീക്ഷിച്ച് നോക്കിയിട്ടും തിരുവനന്തപുരത്ത് ഒരു രക്ഷയുമില്ല. 2ാം സ്ഥാനത്ത് BJP ആണ് വരുന്നത്. അതുകൊണ്ട് നാണക്കേട് മാറ്റാൻ പരമാവധി ആരെ നിർത്താം എന്നുള്ള ഒരു ആലോചനയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പന്ന്യൻ രവീന്ദ്രൻ നേരത്തെ ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് പന്ന്യൻ രവീന്ദ്രനെ ഇങ്ങോട്ടേക്ക് നിശ്ചയിക്കുന്നത്. പക്ഷേ പന്ന്യൻ രവീന്ദ്രന് താല്പര്യമില്ല, മത്സരിക്കാൻ താല്പര്യമില്ല എന്ന തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകൾ പുറത്തു വന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ്. പക്ഷേ അവർക്ക് വേറെ ആളില്ല, പന്ന്യന് പകരം മത്സരിക്കാൻ ആളില്ല. നേരത്തെ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായി ഇരിക്കുന്ന അവസരത്തിൽ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പേരാണ് സജീവമായി പരിഗണിച്ചിരുന്നത്. പക്ഷേ കാനം വളരെ പെട്ടെന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ബിനോയ് വിശ്വം പാർട്ടിയുടെ സെക്രട്ടറിയായി വരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് മത്സരിക്കാനും കഴിയുന്നില്ല. ആ ഒരു സാഹചര്യം കൂടി വരുമ്പോഴാണ് വീണ്ടും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ്റെ പേര് വരുന്നത്. ആലപ്പുഴയെ സംബന്ധിച്ച് അവിടെ കൊടിക്കുന്ന് സുരേഷ് കുറേ വർഷമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലം. അവിടെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആണ് ഒരു യുവ നേതാവിനെ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. പിന്നീടുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂരിലും വെല്ലുവിളി വളരെ കൂടുതലാണ്. കാരണം BJP സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേൾക്കുന്ന സുരേഷ് ഗോപി ഇപ്പോൾ തന്നെ അവിടെ പ്രചാരണം വളരെ സജീവമായി മുമ്പിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. അതുകൊണ്ട് അവിടെയും വളരെ ദുഷ്കരമാണ് മത്സരം. മറ്റൊന്ന് വയനാടാണ്. അവിടെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം. ഇത്തവണ അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്നൊന്നും വാർത്ത വന്നിട്ടില്ല. എന്നാൽ പോലും അവിടെയും കടമ്പ നിരവധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു വനിതാ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്താണ് ആനി രാജയെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവരുടെ 4 പേരുടെയും പേര് ഇന്ന് വൈകിട്ട് 4 മണിക്ക് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കും. ശരി വിനോദ്.